ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഈ ട്രാവലോഗ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ അവിടെ ചെറിയതായിട്ട് ഒന്ന് രണ്ട് ട്രാവലേഴ്സിന്റെ പേരുകളും അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയി. എന്നാൽ ഇവിടെ നമ്മൾ ചില ട്രാവലേഴ്സിന്റെ ഗ്രന്ഥങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ് ആ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ യൂണിറ്റിലേക്ക് പോവാം. ഫോറിൻ ട്രാവലേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദെയർ അക്കൗണ്ട്സ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫോറിൻ ട്രാവലേഴ്സ്, ഇന്ത്യയിലേക്ക് വന്ന പ്രധാന ഫോറിൻ ട്രാവലേഴ്സും അവരുടെ അക്കൗണ്ട്സും, അതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തേത് മെഗസ്തനീസ് ആണ്. മെഗസ്തനീസ് ഒരു ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു അല്ലെ. മെഗസ്തനീസ് അദ്ദേഹം ചരിത്രകാരനും യാത്രികനും ഒക്കെയാണ്. മെഗസ്തനീസിനെ എല്ലാ ചരിത്ര വിദ്യാർത്ഥികളും വളരെ ചെറിയ ക്ലാസ് മുതലേ പരിചയപ്പെട്ടിരിക്കാൻ ഇടയുള്ള ഒരു യാത്രികനാണ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയനാണ്. ഇപ്പൊ മൗര്യ സാമ്രാജ്യത്തിന്റെ കാലത്താണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ ദർബാറിലായിരുന്നു ഇദ്ദേഹം വന്നിരുന്നത്, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ ദർബാറിലെ ഒരു ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു മെഗസ്തനീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം അന്നത്തെ സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അന്നത്തെ ചെറുകിട രാജ്യങ്ങളായിരുന്നു, നമുക്കറിയാം, കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളൊക്കെ ആയിട്ട് വിഭജിച്ച് കിടന്നിരുന്ന സാഹചര്യങ്ങളിൽ നാട്ടുരാജ്യങ്ങൾക്ക് മുമ്പേ തന്നെ കൃത്യമായിട്ട് പറഞ്ഞാല് ജനപദങ്ങൾ അല്ലെ, 16 ജനപദങ്ങൾ ഉണ്ടായിരുന്നത്, അതിൽ മഗധ കൂടുതൽ മുന്നോട്ട് വന്നതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ചെറുകിട നാട്ടുരാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെറുകിട രാജ്യങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള വ്യത്യാസങ്ങള്, അതുപോലെ രാഷ്ട്രീയമായിട്ട് ഈ രാജ്യങ്ങൾക്കിടയിൽ വരുന്ന പ്രശ്നങ്ങള്, ക്വാറൽസ്, അതിനെ തുടർന്ന് വന്നിരുന്ന കോമ്പാറ്റ്സ്, ഇതൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ത്യയുടെ ഒരു സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ജീവിത ശൈലികളെ കുറിച്ചും വ്യാവസായിക വളർച്ചയെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുസ്തകത്തിന്റെ മുഴുവനായിട്ട് നമുക്കറിയാം ഇതൊക്കെ വളരെ ഓൾഡ് ടെക്സ്റ്റുകളാണ് അല്ലെ. അപ്പോൾ ഇതിന്റെ മുഴുവൻ ഭാഗങ്ങളൊന്നും ഇന്ന് അവൈലബിൾ അല്ല, പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന പകർപ്പുകളിലൂടെ നമ്മൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻഡിക്കയുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പരമാവധി ഹിസ്റ്ററി പുനഃസൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇൻഡിക്കയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വ്യവസ്ഥകൾ. ഇന്ത്യയിലെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ കുറിച്ച്, സെനാരിയോയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകൾ ഈ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൽ ചാതുർവർണ്ണ വ്യവസ്ഥയെ കുറിച്ചൊക്കെ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമായിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു സോഷ്യൽ ഡിവിഷൻ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വേദങ്ങളിൽ പ്രതിപാദിച്ചതിൽ കൂടാതെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഈ ഇൻഡിക്ക, മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന ഗ്രന്ഥം. വേദങ്ങളിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അതിന്റെ ഒരു റിലീജിയസ് ആയിട്ടുള്ള വശത്തിലൂടെയാണ് അതിനെ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഇന്നതാണ് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് മെഗസ്തനീസിന്റെ ഇൻഡിക്കയിൽ നിന്നാണ്. അപ്പൊ മൗര്യ ഭരണകൂടത്തിന്റെ കാര്യക്ഷമതയെ കുറിച്ചും അവരുടെ ഒരു പൊളിറ്റിക്കൽ കൺട്രോളിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. പാടലിപുത്രം മൗര്യന്മാരുടെ രാജധാനിയായിരുന്നു അല്ലെ പാടലിപുത്രത്തിനെ കുറിച്ചും അതിന്റെ വികാസത്തെ കുറിച്ച്, ഒരുപാട് സമുദ്ര വ്യാപാരത്തിലൊക്കെ അവര് അഗ്രഗണ്യരായിരുന്നു എന്നും നദികൾ അവരെ സമുദ്രത്തിലേക്ക് അടുപ്പിച്ചിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇൻഡിക്കയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ അന്നത്തെ വ്യാവസായിക പുരോഗതിയെ കുറിച്ച്, കൃഷി, വാണിജ്യം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇൻഡിക്ക പരാമർശിക്കുന്നുണ്ട്. സാംസ്കാരികമായിട്ടും മതപരമായിട്ടുമുള്ള അന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം, ഹിന്ദുമതവും ബുദ്ധമതവും ഒക്കെ ഇവിടെ വളരെ പ്രബലമായിട്ടുള്ള മതങ്ങളും ഇതിന്റെ കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നദികളുടെ ജലവ്യവസ്ഥ എന്ന് വെച്ചാൽ ജിയോഗ്രഫി അല്ലെ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ നമുക്ക് ഇൻഡിക്കയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മെഗസ്തനീസ് ഇവിടെ ആനകളെ ട്രെയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വളരെ രസകരമായിട്ടുള്ള ഒരു ചരിത്ര, അല്ലെങ്കിൽ ഇങ്ങനെ ചരിത്രം പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് വായിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വളരെ രസകരമായി വായിച്ചു പോകാവുന്ന രീതിയിൽ ആനകളെ ട്രെയിൻ ചെയ്യിക്കുന്നതിനെ കുറിച്ചൊക്കെ രസകരമായിട്ടുള്ള കുറിപ്പുകളൊക്കെ ഇദ്ദേഹത്തിന്റെ
ഈ ഒരു ഇൻഡിക്കയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇൻഡിക്കയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ മറ്റൊരു യാത്രികനാണ് ഫാഹിയാനും അതുപോലെ ഹുയാങ്സാങ്ങും. ഇവരെ കുറിച്ചാണ് നോക്കുന്നത്. ഫാഹിയാൻ ഒരു ചൈനീസ് ബൗദ്ധ സന്യാസിയും യാത്രികനുമൊക്കെയാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, ഫാഹിയാൻ ഒരു ബുദ്ധ സന്യാസിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇദ്ദേഹം ഗുപ്ത കാലഘട്ടത്തിൽ 410 സിഇയിലാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇന്ത്യയിലെ ബുദ്ധമതത്തിന്റെ അന്നത്തെ വികാസവും അതിന്റെ സാഹചര്യങ്ങൾ, അവസ്ഥകളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇതില് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഗ്രന്ഥത്തില്. പിന്നെ ഇദ്ദേഹം ഇന്ത്യയിൽ വരുന്നത് തന്നെ ഇവിടെ ഒരു ക്ഷേത്രം, അതുപോലെ തന്നെ ഇവിടെയുള്ള ബൗദ്ധധർമ്മങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഫാഹിയാൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ യാത്രാ വിവരണവും ഇദ്ദേഹത്തിന്റെ യാത്രാ അനുഭവങ്ങളും ഒക്കെ റെക്കോർഡ് ഓഫ് ദ ബുദ്ധിസ്റ്റ് കൺട്രീസ് എന്ന പേരില് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. അപ്പൊ ഇദ്ദേഹം സന്ദർശിച്ച പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പാടലിപുത്രം, മഗധ, കാശി, അതുപോലെ തന്നെ ശാക്യ രാജ്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഇനി ഫാഹിയാന്റെ ചില കണ്ടെത്തലുകളെ കുറിച്ച് നമുക്കൊന്ന് മെൻഷൻ ചെയ്തു പോകാം. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ബുദ്ധമതത്തെ കുറിച്ച് പഠിക്കാനാണ് വന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിന്റെ ആ കാലഘട്ടത്തിലെ നിലയെ കുറിച്ച്, ബുദ്ധമതം മഗധയില് എത്രത്തോളം കെട്ടുറപ്പുള്ള അല്ലെങ്കിൽ എത്രത്തോളം വേരുകൾ ആഴ്ത്തിയ ഒരു മതമായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ സാഖ്യ വൈശേഷിക ദർശനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ നൽകുന്നുണ്ട്. ഇനി അന്നത്തെ സാമൂഹികമായിട്ടുള്ള അവസ്ഥകള്, സമാധാനപരമായിട്ടുള്ള സാഹചര്യം, അതുപോലെ തന്നെ വികസിതമായിട്ടുള്ള ഒരു സാമൂഹിക ഘടന ഇവിടെ നിലനിന്നിരുന്നതിനെ കുറിച്ചൊക്കെ, ക്ഷേത്രങ്ങളെ കുറിച്ച്, ക്ഷേത്രത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയെ കുറിച്ചൊക്കെ ഇതിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ ബുദ്ധ വിദ്യാലയങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഫാഹിയാനിൽ നിന്നും ലഭിക്കുന്നുണ്ട്. മറ്റൊരാണ് ഹുയാങ്സാങ് ആണ്. ഹുയാങ്സാങ്ങും നമ്മൾ ഫാഹിയാനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു ചൈനീസ് സഞ്ചാരിയായിരുന്നു. ഫാഹിയാൻ വന്നത് 401 അല്ലെ, അതായത് 400കളിലാണ് അദ്ദേഹം വരുന്നത്. എന്നാൽ വീണ്ടും 2 നൂറ്റാണ്ടും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹുയാങ്സാങ് വരുന്നത്. 629 മുതൽ 645 ഓളം ആ ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം നമ്മൾ ഫാഹിയാനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ബുദ്ധമത കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിന്റെ പേര് സിയൂക്കി എന്നാണ്, മറക്കരുത്. സിയൂക്കി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. ഗ്രേറ്റ് ടൈം റെക്കോർഡ്സ് ഓൺ വെസ്റ്റേൺ റീജിയൻ എന്നതാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം സന്ദർശിച്ച പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കനൌജും, മഗധവും, മദ്രാസയും, അതുപോലെ തെക്കേ ഇന്ത്യയിലേക്കും ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഇനി ഹുയാങ്സാങ്ങിന്റെ കണ്ടെത്തലുകൾ നമ്മൾ ഫാഹിയാനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ബുദ്ധമതത്തിന്റെ സാമൂഹികമായിട്ട് ഉള്ള പ്രാധാന്യത്തെ കുറിച്ചും, അതുപോലെ പാടലിപുത്രം, കാശി, ഇവിടെയൊക്കെ ബുദ്ധമതത്തിനുണ്ടായിരുന്ന എത്രത്തോളം പ്രബലമായിരുന്നു ബുദ്ധമതം എന്ന് നമുക്ക് വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ദെൻ സാമ്പത്തികമായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്നതിനെ കുറിച്ചും ഇവിടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, സാംസ്കാരിക പുരോഗതിയെ കുറിച്ചും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ സിയൂക്കിയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ദെൻ അടുത്ത വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ചരിത്രകാരൻ, ഒരു സഞ്ചാരിയായിരുന്നു ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്ത 14ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മൊറോക്കൻ മുസ്ലിം യാത്രികനായിരുന്നു ഇബിൻ ബത്തൂത്ത. ഇദ്ദേഹം യാത്രികനും ഒരു ചരിത്ര വിദ്യാർത്ഥിയും അതുപോലെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മികച്ച ഒരു യാത്രികനുമായിരുന്നു ഇദ്ദേഹം. 1325 മുതൽ 1354 വരെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച ഒരു വമ്പൻ യാത്രികനായിരുന്നു. ധാരാളമായിട്ട് യാത്രകൾ ചെയ്തിട്ടുള്ള ഈ ഒരു കാലഘട്ടം 1325 മുതൽ 1354 വരെയുള്ള ദീർഘമായ കാലഘട്ടം ഇദ്ദേഹം മൊറോക്കോയിലേക്ക്, തന്റെ ജന്മസ്ഥലത്തേക്ക് തിരികെ പോയിട്ടേ ഇല്ല. ഇദ്ദേഹം യാത്രകൾ തന്നെയാണ്, ജീവിതത്തിൽ ഉടനീളം യാത്ര ചെയ്ത ഒരു മനുഷ്യനായിരുന്നു ബത്തൂത്ത. അപ്പൊ ഇന്ത്യ ഉൾപ്പെടെ മധ്യകിഴക്കും ആഫ്രിക്കയും അതുപോലെ തന്നെ ഏഷ്യയും ഒക്കെ ഇബിൻ ബത്തൂത്ത പ്രധാനമായിട്ടും യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ കാലമാണ് നമ്മൾ പഠിക്കുന്നത്. 1333 മുതൽ 1342 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ മക്കൾക്ക് ശേഷം ദില്ലി സുൽത്താനേറ്റ് ഭരണത്തിൽ ആയിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ് ഇദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇപ്പോ ഡൽഹി സുൽത്താനിൽ നിന്ന് ഇദ്ദേഹം ഒരു പ്രത്യേക പദവി, ന്യായാധിപൻ ആയിട്ടുള്ള ഖാദി എന്നാണ് ഈ ഒരു പദവി അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടുത്തെ ഖാദി ആയിട്ട് ഇദ്ദേഹം
ചുമതലയേറ്റു. അപ്പൊ ഇബിൻ ബത്തൂത്ത അദ്ദേഹത്തിന്റെ ഈ യാത്രാ അനുഭവങ്ങള് റിഹില മീൻസ് യാത്ര എന്നാണ്, കിതാബുർ റിഹില എന്ന ഒരു ഗ്രന്ഥത്തിലെ യാത്രാ പുസ്തകം, ബുക്ക് ഓഫ് വോയേജ് എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കിതാബുർ റിഹില. അപ്പൊ പുസ്തകത്തില് നമുക്ക് ഇന്ത്യയിലേക്കുള്ള യാത്ര, ഈ യാത്രയിൽ ഇദ്ദേഹം അനുഭവിച്ചിട്ടുള്ളതും കണ്ടതും അറിഞ്ഞതുമായതെല്ലാം തന്നെ ഇദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള ചരിത്രകാരന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹിയിലെ സാമൂഹിക സാഹചര്യം, ഇസ്ലാമിന്റെ പുരോഗതി, അതുപോലെ ഇസ്ലാം ഒരു ആസ് എ റിലീജിയൻ ഇസ്ലാം ഇവിടെ ചെലുത്തിയ സ്വാധീനം, ഇതേക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ കിതാബുർ റിഹിലയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സാമ്പത്തികമായിട്ട് അന്ന് വളരെയേറെ അഭ്യുന്നതിയിലായിരുന്നു എന്ന വിവരങ്ങള്, മുത്തുകളും സ്വർണങ്ങളും ഒക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കച്ചവടത്തെ കുറിച്ചും ഒക്കെ ഇവിടെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ അന്ന് അവൈലബിൾ ആകുന്ന സ്പൈസസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങൾ കിതാബുർ റിഹിലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഇന്ത്യ ആർജിച്ചിരുന്ന പുരോഗതിയെക്കുറിച്ചും മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണ നയങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹം ദക്ഷിണേന്ത്യ സന്ദർശിച്ച ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ദക്ഷിണേന്ത്യയിലെ ഹിന്ദു പാരമ്പര്യങ്ങളെ കുറിച്ചോ അതുപോലെ ക്ഷേത്ര നിർമ്മിതിയെ കുറിച്ചോ അതിന്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പ്രത്യേകമായിട്ട് കിതാബുർ റിഹിലയിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കിതാബുർ റിഹില കഴിഞ്ഞാൽ മറ്റൊരാളാണ് അമീർ ഖുസ്രു. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയും സംഗീതജ്ഞനും ചിത്രകാരനും ചരിത്രകാരനും ഒക്കെ ആയിരുന്നു അമീർ ഖുസ്രു. ഇദ്ദേഹം 1253 മുതൽ 1325 CE കാലഘട്ടത്തില് ഇന്ത്യ സന്ദർശിച്ച ഒരു സന്ദർശകനും സഞ്ചാരിയും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. അപ്പോ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്താണ്, ഖിൽജി ഭരണകാലത്താണ് ഇദ്ദേഹം ഇവിടെ സന്ദർശിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ ഇബിൻ ബത്തൂത്തയെ പറഞ്ഞില്ല, അപ്പൊ ഇബിൻ ബത്തൂത്ത വരുന്നതിന് മുൻപാണ് ഇദ്ദേഹം അമീർ ഖുസ്രു ഇന്ത്യ സന്ദർശിക്കുന്നത്. ഖിൽജിക്ക് ശേഷമാണല്ലോ തുഗ്ലക്ക് വരുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ് ഇബിൻ ബത്തൂത്ത ഇവിടെ മുഖ്യമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇദ്ദേഹം അതിനു മുൻപ് അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് തന്നെ അമീർ ഖുസ്രു ഉണ്ടായിരുന്നു. തുർക്കി കവിയെന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മറ്റൊരു പ്രാധാന്യം പറയാം, ഉറുദു സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഈ ഉറുദു ഭാഷയുടെ തന്നെ കോഡ് ലാംഗ്വേജ് എന്നൊക്കെയാണ് ഉറുദു ഭാഷ അറിയപ്പെടുന്നത്. ഉറുദു ഭാഷയുടെ പിതാവ്. അതുപോലെ തന്നെ സിത്താർ എന്നൊരു സംഗീതോപകരണം ഇദ്ദേഹം വികസിപ്പിച്ചതാണെന്നൊക്കെ പറയപ്പെടുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സാഹിത്യ സംഭാവനകൾ നോക്കാം. പ്രധാന കൃതികള്, ഖുസ്രുവിന്റെ രചനകള്, അതുപോലെ പഴഞ്ചൊല്ലുകളും കവിതകളും ഗാനങ്ങളും ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് തുഗ്ലക് നാമ, അതുപോലെ ഖുസ്രു നാമ, ന്യൂസി പഹാർ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇനി ഇദ്ദേഹം ഈ ഹിന്ദവി ഭാഷ, ഇന്ന് ഇന്ത്യയുടെ ഒരു പ്രാരംഭ ഭാഷയാണ് ഹിന്ദവി അല്ലെങ്കിൽ ഹിന്ദവി എന്നൊക്കെ പറയപ്പെടുന്ന ഭാഷ. ഈ ഒരു ഭാഷയും അതുപോലെ തന്നെ പാഴ്സിയും അറബിയും തുർക്കിയും ഒക്കെ കൂടി ഒരു സമന്വയിപ്പിച്ചിട്ടുകൊണ്ട് ഇദ്ദേഹം ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. അങ്ങനെയാണ് ഉറുദു ഭാഷ വരുന്നത്. അതുപോലെ തന്നെ ഖവാലി എന്ന തറാന എന്നൊക്കെ പേരിൽ ഖയാൽ, ഇതിന്റെയൊക്കെ ഉപജ്ഞാതാവാണ്. സംഗീതത്തിനും വലിയ സംഭാവനകൾ ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം സാംസ്കാരിക സമന്വയം, സാംസ്കാരികമായിട്ട് ഇന്ത്യയെ ഒരു മുത്തില് ഒരു മാലയില് മുത്തുപോലെ കൊരുത്തെടുക്കുന്നതിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ഇനി വലിയ പണ്ഡിതനായിട്ടുള്ള ഒരു കവി കൂടിയായിരുന്നു അമീർ ഖുസ്രു. ഇനി നമ്മൾ അടുത്തതായിട്ട് മാർക്കോ പോളോയെ കുറിച്ചാണ് നോക്കുന്നത്. മാർക്കോ പോളോ ഒരു വളരെ പ്രസിദ്ധനായിട്ടുള്ള ഇറ്റാലിയൻ യാത്രികനാണ് മാർക്കോ പോളോ. ഇദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. മറ്റുള്ളവർ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തവരൊക്കെ ഒരു ഒന്നെങ്കിൽ മതപരമായിട്ടുള്ള ഒരു പിൽഗ്രിമേജ് അല്ലെ, ഒരു തീർത്ഥാടനമായിട്ടും ഇനി യാത്ര ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്തു വന്നവരായിരുന്നു. എന്നാൽ ഇദ്ദേഹം വ്യാപാര ആവശ്യത്തിനാണ് വരുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ ഇദ്ദേഹം ഇന്ത്യ കാണുകയും വളരെ കൗതുകത്തോടു കൂടി ഇന്ത്യയിലെ ഓരോ കാര്യങ്ങളും വീക്ഷിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് മാർക്കോ പോളോ. അപ്പോൾ ഇദ്ദേഹം 1292 മുതൽ 93 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത്. ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം. മാർക്കോ പോളോയുടെ യാത്രകൾ അല്ലെ, ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ, ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥം. ഇനി മാർക്കോ പോളോ ഇന്ത്യ സന്ദർശിച്ചത് പ്രധാനമായിട്ട് ഇദ്ദേഹം ഇവിടുത്തെ വ്യവസായത്തെക്കുറിച്ചും ഇദ്ദേഹം ഒരു വ്യാപാരിയാണല്ലോ. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വ്യവസായത്തെക്കുറിച്ചും വ്യാപാരത്തെക്കുറിച്ചും ഒക്കെ തന്നെയായിരുന്നു.
കൂടാതെ തന്നെ സാമൂഹിക സാംസ്കാരിക പുരോഗതിയെക്കുറിച്ചും പ്രകൃതി വിഭവങ്ങൾ ഇവിടെയാണ് അവൈലബിൾ ആകുന്ന പ്രധാനപ്പെട്ട പ്രകൃതി വിഭവങ്ങളെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം നോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ദെൻ അടുത്തത് ടവർണിയർ ആണ്. ജീൻ ബാപ്റ്റിസ്റ്റ് ടവർണിയർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമധേയം. അപ്പോൾ ഇദ്ദേഹം ഒരു ഫ്രഞ്ച് മുത്തു വ്യാപാരിയായിരുന്നു. ഇദ്ദേഹം മുത്തുകൾ കച്ചവടം ചെയ്യുന്നതിനാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. 17-ാം നൂറ്റാണ്ടില് മുഗൾ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയെ കുറിച്ചൊക്കെ ഇദ്ദേഹം വളരെ ആശ്ചര്യം കൂറിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. ദ സിക്സ്ത് വോയേജസ് എന്നതാണ് ഇദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ടവർണിയറുടെ യാത്രാനുഭവങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്ന ഗ്രന്ഥമാണ് 6 വോയേജസ് എന്നത്. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയുടെ അമൂല്യമായിട്ടുള്ള രത്നശേഖരത്തെ കുറിച്ച്, രത്ന വ്യാപാരത്തിൽ ഒക്കെ എൻഗേജഡ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇന്ത്യയിലെ മുത്തുകളെ കുറിച്ചും രത്നങ്ങളെ കുറിച്ചും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ മുഗൾ ഭരണത്തെ കുറിച്ച്, പ്രത്യേകിച്ച് ഇദ്ദേഹം വരുന്നത് ഷാജഹാന്റെ കാലത്താണ്. ഷാജഹാൻ അറിയപ്പെടുന്നത് ശില്പികളുടെ രാജകുമാരൻ എന്നൊക്കെയാണല്ലോ അറിയപ്പെടുന്നത്, നിർമ്മിതികളുടെ രാജകുമാരൻ എന്നൊക്കെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലം എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്ത് ഈ നിർമ്മാണ മേഖലയിലൊക്കെ ചെലവഴിച്ചിട്ടുള്ള ഒരു കാലമാണ്. ഇത് വെച്ചാൽ ഒരു എക്സിബിറ്റിംഗ് കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ടവർണിയർ ഇന്ത്യയിലെ വിശാലമായിട്ടുള്ള പൂന്തോട്ടങ്ങളെ കുറിച്ചും അതുപോലെ കോട്ടകളെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദെൻ പീറ്റർ മുണ്ടിയാണ് അടുത്തത്. പീറ്റർ മുണ്ടി ഒരു ഇംഗ്ലീഷ് യാത്രികനും വ്യാപാരിയുമായിരുന്നു. 17-ാം നൂറ്റാണ്ടില് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യയിലെ പല രാജ്യങ്ങളും സന്ദർശിച്ച ഒരാളാണ് പീറ്റർ മുണ്ടി. അപ്പൊ ഇദ്ദേഹം സൂററ്റും ആഗ്രയും ദില്ലിയും ബംഗാളും ഒക്കെ ഇദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട ഒരു 5-6 എഴുത്തുകാരെ കുറിച്ച് അല്ലെങ്കിൽ യാത്രികരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.